മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ സ്പോട്ടിലേക്ക് സൈക്കിളായിട്ടാണ് ഇന്ന് കരിമീൻ്റെ സ്പോട്ടിലേക്ക് പോകുന്നത്. നോക്കാം നമുക്ക്. മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചുള്ള ഫിഷിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്ന്. അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ പോണ വഴിയിൽ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ കയറിയാ ഇതിൻ്റെ മുകളിൽ ആടിയതാ. ആടി നോക്കുക, തലകുത്തി വീകുമോ? ആ അടിപൊളി. സുഹൃത്താണ്, സഹപ്രവർത്തകനാണ് ബിജിൻ ആർനാഥ്. ഞങ്ങൾ കരിമീൻ ഇന്ന് എത്ര കരിമീൻ പിടിക്കണം മൊത്തം? നമുക്ക് എന്തൊരു കൂടുതലൊന്നും വേണ്ട, ഒരു 5 എണ്ണം. 5 കരിമീനാണ് മൂപ്പർ പറയുന്നത്. നല്ല കാറ്റുണ്ടല്ലേ ബിജിനെ? കുറച്ചുകൂടി കിട്ടോ? മതി, ഞാൻ പൊതിരട്ടെ. കരിമീൻ പിടിക്കാനുള്ള കൂട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഒരു 5-8-10 കരിമീൻ പിടിക്കണം ഗൈസ്. ഞാൻ ചോദിച്ചോ കുഴച്ചോ? കുറച്ച് മാറ്റി വെച്ചോ, അധികം ലൂസാകുകയാണെങ്കിലേ അതിൽ കുറച്ച് പിണ്ണാക്ക് എടുത്തിട്ട് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചോ. പിണ്ണാക്ക് മാത്രം. ഇതുപോലെ നല്ല ടൈറ്റാവുന്ന രീതിയിൽ നല്ല കുഴച്ചെടുക്കും. കാറ്റുണ്ട്. കുറച്ചുകൂടി മൈദ ഇട്ടോ, അല്ലെങ്കിൽ നമ്മളെ ആ മൈദ ഉണ്ടല്ലോ കുറച്ചുകൂടി ഇട്ടോ. ഇത് കുറച്ചുകൂടി ടൈറ്റാവാണ്ടുണ്ട്. അപ്പം കണ്ടോ ഏകദേശം ഈ ടൈറ്റ് നമുക്ക് വേണ്ട. കരിമീൻ പിടിക്കാൻ ഈ ടൈറ്റ് നമുക്ക് വേണ്ട മുട്ട. അപ്പോൾ ബൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കരിമീനുള്ള ബൈറ്റൊക്കെ കറക്റ്റ് കണ്ടല്ലേ, സെറ്റ് ചെയ്യണേ കണ്ടോ കേട്ടോ. ബൈറ്റ് ഉണ്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിനി ഹുക്കിൻ്റെ മേലെ ബൈറ്റ് സെറ്റ് ചെയ്യണ പരിപാടിയാണ്. കണ്ടില്ലേ, ബൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലെ. ഇത് കുറച്ച് അധികം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചധികം വലുപ്പം കൂട്ടി കിട്ടും. ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് ചെറുതാക്കട്ടോ. ഇതിലേക്ക് ഹുക്ക് ഇങ്ങോട്ട് കവർ ചെയ്ത് നിന്നാൽ മതി കേട്ടോ ഈ ബൈറ്റ്. അപ്പോൾ ഞങ്ങളിതാ ഈ കരിമീൻ പിടിക്കാൻ സ്പോട്ടിലേക്ക് കയറി. അപ്പോൾ എന്തൊക്കെ മീൻ കിട്ടുമോ നമുക്കൊന്ന്. കരിമീൻ്റെ കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ സിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചിലപ്പോൾ സിലോപ്പിയൊക്കെ കരിമീൻ്റെ കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അധികം ദൂരം ഇടില്ല. ഇവിടുന്ന് ഒരു 6-8 മീറ്ററോളം അല്ലേ, ഒരു 6 മീറ്ററോളം ലോങ്ങിലേക്ക് ഇടും. ഒന്ന് ഇറങ്ങി കാണിച്ചു കൊടുക്കും മുത്തേ. അപ്പം കരിമീൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. കുറച്ച് ലൂസാക്കിയിട്ടാണ്. നല്ല കാറ്റല്ലേ. അപ്പോൾ എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ മീൻ കിട്ടും നോക്കാം. നമുക്ക് ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടോ, ഫസ്റ്റത്തെ മീൻ. അപ്പോൾ ഫസ്റ്റത്തെ ഏത് മീൻ അടിച്ചറിയില്ല. ഫസ്റ്റ് അടിച്ച മീൻ ഇതാ, ചെറിയൊരു കരിമീനാണ്. അടിയ വയറ് നന്നായി തിന്നുന്നുണ്ട്. കുഞ്ഞൻ കരിമീൻ. ഇത് നമ്മളെ എടുക്കുന്നില്ല കേട്ടോ, ഇത് ചെറിയ സൈസാണ് മീൻ. രസം ഉണ്ടാവില്ല. ഇത് നമ്മൾ റിലീസ് ചെയ്യണേ അല്ലേ? നമ്മൾ റിലീസ് ചെയ്യില്ല. ഇത് വേണ്ടല്ലോ, ഇത് റിലീസ് ചെയ്യണേ. അടുത്ത് കാണിക്കുക, അവിടെ അടുത്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ട് ഫസ്റ്റ് കിട്ടിയ കരിമീനാട്ടോ. ഇത് നമ്മൾ വേണ്ട, റിലീസ് ചെയ്യാം. കാരണം കരിമീൻ ഇത്ര ചെറുപ്പമുള്ള കരിമീൻ നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പോടാ മീനെ. പോയി. വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതാ പോയി, കരിമീൻ പോയി. ഇത് കരിമീനല്ല, സിലോപ്പിയ. വലിയ സിലോപ്പി അടിച്ചിട്ടുണ്ട്. പതുക്കെ വേണം കയറ്റാൻ. ഒന്നാമത് കരിമീൻ്റെ ഒക്കായതുകൊണ്ട് നമ്മൾ പതുക്കെ വേണം കയറ്റാൻ കേട്ടോ. അടുത്ത് അടിപൊളി ഉണ്ടോ? അടിപൊളി സിലോപ്പി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കരിമീൻ്റെ ഒക്കിൻ്റെ മുകളിൽ കയറി വന്നത് രസം. നാടനാട്ടോ അത്. കണ്ടത് കളർ കണ്ടില്ലേ? അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടതിൽ മൂന്നാമത്തത് അടിച്ചത് കരിമീനാണ് കേട്ടോ. കരിമീൻ ഫൗളുക്ക കേട്ടോ. ഇത് നമ്മൾ ഇത് ഫൗളുക്കല്ല കേട്ടിയാ, തൊള്ളലല്ല ഇത് കുടുങ്ങി.
കണ്ട ഉക്ക് കണ്ടില്ലേ ഇവിടെ ഉക്ക് കുടുങ്ങി അതാ രസം ഭാഗ്യക്കേടിന് കുടുങ്ങിയ മീനാ പാവുണ്ട് ഇത് വായലല്ല കേട്ടോ ഉക്ക് കുടുങ്ങി ഇത് ഫൗളുക്ക് അതിൻ്റെ വീതി ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ എനിക്കും സുഹൃത്തിനുള്ള നല്ല നാടൻ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പുഴുങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ നല്ല പൊരിച്ച നല്ല കരിമീനും സിലോപ്പിയും ഒക്കെ ഈ പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടറിലെ മീൻ ഈ കരിമീൻ തിലോപ്പി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടോ വൈകുന്നേരം ചൂണ്ടിടാൻ പോയി ചൂണ്ടിട്ട് വന്നു മീനൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ കപ്പുണ്ട് ചോറുണ്ട് നല്ല മുളകിട്ട കറി വെച്ചിട്ടുണ്ട് മീനുണ്ട് അങ്ങനെ മീൻ പൊരിച്ചും ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ